പാടന്തറ മർക്കസിൻ്റെ 20ാം വാർഷികം പ്രമാണിച്ച് ഒരു 20 കുട്ടികൾക്കെങ്കിലും ജീവിതം എന്ന് വെറുതെ ഇവിടെയുള്ള പ്രസ്ഥാന കുടുംബം ചർച്ച ചെയ്ത് നമുക്ക് ഷെയ്ഖുനയോട് ചെന്ന് പറയാം. ഷെയ്ഖുനയാണ് പാടന്തറ മർക്കസിൻ്റെ പ്രസിഡൻറ്റും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും ഷെയ്ഖുന തന്നെയാണ്. നേരെ ചെന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഷെയ്ഖുനയുടെ ചാരത്ത് ചെന്നപ്പോൾ ഷെയ്ഖുന പറഞ്ഞു അതൊരു നല്ല പുണ്യമുള്ള കാര്യമാണ്, അതിൻ്റെ പ്രതിഫലം എത്രയെന്ന്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വളരെ സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നീലഗിരി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും സന്ദർശകരുടെ ഒരു പർദീസ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് അതിലും സന്തോഷകരമായ അല്ലെങ്കിൽ പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. നമ്മുടെ പാടന്തറ മർക്കസിൽ നിന്നുമാണ് ആ കാഴ്ച വന്നത് എന്നുള്ളതാണ്. ഏകദേശം 850ഓളം നിർധനരായ യുവതീ യുവാക്കൾക്ക് മംഗല്യഭാഗ്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. ഇന്നത്തെ കാലത്ത് അത്രയും അധികം ആൾക്കാരുടെ കല്യാണം ഒന്നിച്ച് നടത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ, അതും നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാരുടെ കാർമ്മികത്വത്തിലാണ് ആ കല്യാണം അവിടെ നടന്നത് എന്നുകൂടി കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനൊരു AP പ്രവർത്തനമായതുകൊണ്ടൊന്നുമല്ല. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ എല്ലാവരും കാണേണ്ടതാണ്. തീർച്ചയായിട്ടും അത്രയ്ക്കും സന്തോഷം തോന്നി. കാരണം ഈ 850 കുടുംബങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ജാതിയോ അല്ലെങ്കിൽ മതമോ അല്ലെങ്കിൽ വർണ്ണമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഒന്നും തന്നെ ഒരു തടസ്സമായിരുന്നില്ല എന്നുള്ളതാണ്. പല ജാതിയിൽപ്പെട്ട, ഹൈന്ദവ മതത്തിൽപ്പെട്ടതും ഇസ്ലാം മതത്തിൽപ്പെട്ടതും അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് മതത്തിൽപ്പെട്ടതും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഈ കല്യാണം അവിടെ നടത്തിയത്. അതുപോലെ തന്നെ 850 കുടുംബങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് 850 തീർച്ചയായിട്ടും പല ജാതിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ആ ഒരു മതേതരത്വം തീർച്ചയായിട്ടും ഒരുപാട് നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. ഇന്നത്തെ നാട്ടിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാം, ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവാരി എറിയുകയും അതുപോലെ തന്നെ വെട്ടും കുത്തും എല്ലാം നടക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ തീർച്ചയായിട്ടും ഒരുപാട് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എല്ലാവരും കാണേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച നമ്മളെ AP അബൂബക്കർ മുസ്ലിയാർക്ക് തീർച്ചയായിട്ടും പടച്ച തമ്പുരാൻ ഒരുപാട് ആയുസ് നീട്ടിക്കൊടുക്കട്ടെ എന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത് അതിൻ്റെ തീർച്ചയായിട്ടും നേതൃത്വത്തിൽ നിന്ന ഉസ്താദ് എന്ന് പറയുന്നത് സലാം ഉസ്താദാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു ആശയം 2014 20 കുടുംബങ്ങളുടെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം AP അബൂബക്കർ മുസ്ലിയാരെ കണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഉസ്താദ് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ നീലഗിരി എന്നൊക്കെ പറയുന്ന സ്ഥലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ തേയില തൊഴിലാളികൾ ഉൾപ്പെട്ട ഒരു വലിയ ഒരു ഗ്രാമമാണ്. അവിടെ പാവപ്പെട്ട ആൾക്കാർ വളരെ തുച്ഛമായ തുകയ്ക്കാണ് ജോലികളെല്ലാം ചെയ്തു വരുന്നത്. അവർക്ക് അവരുടെ മക്കളെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞേക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്വപ്നം മാത്രമാണ്. നമ്മുടെ മക്കൾ തീർച്ചയായിട്ടും പെൺകുട്ടികളാണെങ്കിൽ അവരുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ ഡ്രസ്സിലൊന്ന് കാണുക എന്നൊക്കെ പറയുന്നത് എല്ലാ ഉമ്മമാരുടെയും ആഗ്രഹമായിരിക്കും. അതുപോലെ തന്നെ ഒരു ദിവസമെങ്കിലും ആ കല്യാണ ഡ്രസ്സിലൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ആ യുവതികളുടെ ഒരു ആഗ്രഹവുമായിരിക്കും. അത് ഹിന്ദുവാട്ടെ മുസ്ലിമാട്ടെ മറ്റേത് ജാതി ആവട്ടെ, അത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന ചില കുടുംബങ്ങൾ ഇപ്പോഴും നമ്മുടെ ഈ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഉണ്ട്, അത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ ഒരു ആഗ്രഹം ഒരുപാട് ആൾക്കാർ കരഞ്ഞുകൊണ്ട് ഈ ഉസ്താദിൻ്റെ മുന്നിൽ പോയിട്ട് പറയുകയാണ്. ആ സമയത്ത് ഉസ്താദ് ഒന്നും ചിന്തിക്കാൻ വേണ്ടി നിന്നില്ല. ഉസ്താദ് പറയുകയാണ്, മനസ്സിൽ മനുഷ്യത്വം പറ്റാത്ത ആർക്കും തീർച്ചയായിട്ടും അത് കേട്ടു നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അങ്ങനെയാണ് ഈ ആശയം ആദ്യമായിട്ട് AP അബൂബക്കർ മുസ്ലിയാരുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് അവതരിപ്പിക്കുന്നത്. ഉസ്താദ് അതിന് 100% സമ്മതം മൂളുകയും ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആ ഉസ്താദിൻ്റെ വായിൽ നിന്ന് കേൾക്കാം. ഈ കല്യാണത്തിലേക്ക്, ഇങ്ങനൊരു സമൂഹ വിവാഹത്തിലേക്ക് നമ്മുടെ ജില്ലയിലെ പ്രവർത്തകരും നേതാക്കളും ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം മനസ്സ് പൊട്ടിയതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ആയിരക്കണക്കായ പെൺകുട്ടികൾ പുരനിറഞ്ഞു കിടക്കുമ്പോൾ മനസ്സ് പൊട്ടി എത്രയോ പാവപ്പെട്ട മോമിനത്തായ കുട്ടികളുടെ ഈമാൻ വരെ തെറിച്ചു പോകുന്നൊരവസ്ഥ കാണുമ്പോൾ, അതുപോലെ അമുസ്ലിമത്തുകളായ മുസ്ലിം കുട്ടികളും അമുസ്ലിം കുട്ടികളും പുരനിറഞ്ഞ് കിടന്നിട്ട് മാതാപിതാക്കളുടെ കണ്ണീര് എങ്ങനെയാണ് നമ്മുടെയൊക്കെ ഉമ്മയുടെ പ്രായമുള്ള ഉമ്മമാരുടെ നെടുവീർപ്പിടുന്ന കണ്ണീര് കണ്ടാൽ
ഒരു മനുഷ്യത്വമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? അങ്ങനെയാണ് ഈ ജില്ലയിലെ പ്രസ്ഥാന കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങളും ഈ വിഷയത്തിലേക്ക് ഇറങ്ങുന്നത്. പാടന്തറ മർക്കസിൻ്റെ 20ാം വാർഷികം പ്രമാണിച്ച് ഒരു 20 കുട്ടികൾക്കെങ്കിലും ജീവിതം എന്ന് വെറുതെ ഇവിടെയുള്ള പ്രസ്ഥാന കുടുംബം ചർച്ച ചെയ്ത് നമുക്ക് ഷെയ്ഖുനയോട് ചെന്ന് പറയാം. ഷെയ്ഖുനയാണ് പാടന്തറ മർക്കസിൻ്റെ പ്രസിഡൻറ്റും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും ഷെയ്ഖുന തന്നെയാണ്. നേരെ ചെന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഷെയ്ഖുനയുടെ ചാരത്ത് ചെന്നപ്പോൾ ഷെയ്ഖുന പറഞ്ഞു അതൊരു നല്ല പുണ്യമുള്ള കാര്യമാണ്. അതിൻ്റെ പ്രതിഫലം എത്രയെന്നറിയോ? എത്ര പാവങ്ങളാണ് കണ്ണീരൊടുക്കി പ്രായം ചെന്ന ഉമ്മമാർ കണ്ണീരൊടുക്കി നടക്കുന്നത്. ഈ വിഷയത്തിൽ ഇറങ്ങിത്തിരിക്കണം. ഇൻഷാ അല്ലാ ആ വിഷയത്തിൽ ഒരിക്കലും അള്ളാഹു താല കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഷെയ്ഖുന തന്നെ ഒരു 5 പവനെങ്കിലും ഈ പാവങ്ങൾക്ക് കൊടുത്തിട്ട് ഒരുപാട് പാവങ്ങളെ നമുക്ക് കെട്ടിച്ചു വിടണമെന്ന് പറഞ്ഞപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ പ്രവർത്തകർ ഇറങ്ങി. അൽഹംദുലില്ലാഹ് ഇന്ന് 2000-ൽ പരം വരുന്ന പാവങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഷെയ്ഖുന പറഞ്ഞ 5 പവനും മറ്റു ചെലവുകളൊക്കെ എല്ലാവർക്കും ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഒരു വിഷമം അന്ന് ഷെയ്ഖുന പറഞ്ഞു അള്ളാഹു കൊടുക്കില്ല, ഒരിക്കലും അള്ളാഹ് കൊടുക്കില്ല, ഇതുവരെ അള്ളാഹ് കൊടുക്കിയിട്ടില്ല. അപ്പോൾ അബ്ദുസ്സലാം ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ടു കാണും. AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, തീർച്ചയായിട്ടും ഈ ഒരു കാര്യമെന്ന് പറഞ്ഞത് വളരെയധികം പുണ്യം നമുക്ക് പടച്ചൻ്റെ വക്കത്ത് നിന്ന് കിട്ടുന്ന ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും ഇതുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. പിന്നെ 5 പവൻ സ്വർണവും അതുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും നമ്മൾ നോക്കുക തന്നെ വേണമെന്ന് 2014-ൽ AP അബൂബക്കർ മുസ്ലിയാർ പറയുകയാണ്. അതുപോലെ പണത്തിന് നമ്മൾ പേടിക്കേണ്ടതില്ല, പടച്ചവൻ തരുമെന്നാണ് ഉസ്താദ് പറഞ്ഞത്. ആ ഒരു കാര്യം ഇന്നും വളരെ സത്യസന്ധമായിട്ട് അവിടെ നടക്കുകയാണ്. കാരണം ഈ 850 കുടുംബങ്ങളെയൊക്കെ ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് കല്യാണം കഴിച്ച് പറഞ്ഞേക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. കാരണം ഇന്ന് സ്വർണത്തിന് ഒരു പവന് 1 ലക്ഷം രൂപയുടെ മുകളിൽ വിലയുള്ള ഈ സമയത്ത് എല്ലാവർക്കും 5 പവനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങളും എല്ലാം തന്നെ അവർ എടുത്തു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ നടത്തിയ പരിപാടി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും. 1 ലക്ഷം പേർക്ക് ഭക്ഷണം ഒരുക്കിയ ഒരു പരിപാടിയായിരുന്നു അവിടെ നടന്നത്. അൽഹംദുലില്ലാ എന്ന് 3 പ്രാവശ്യം പറയണം. കാരണം അത്രയ്ക്കും വലിയ ജനങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തിൽ ആ സദ്യ ഒരുക്കാനും അതുപോലെ തന്നെ ബിരിയാണാണെങ്കിൽ ബിരിയാണി കൊടുക്കാനും എല്ലാം ഉസ്താദിനും അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തകർക്കും സാധിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു സംഘടനാ മികവ് തന്നെയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ മറ്റ് വലിയ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഈ പണം പിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ചിലപ്പോൾ മറ്റുള്ളവർക്കും സാധിച്ചേക്കാം. പക്ഷേ ഈ ഒരു പരിപാടി യാതൊരുവിധ ആക്ഷേപങ്ങൾക്കും ഇട കൊടുക്കാതെ വളരെ സന്തോഷകരമായിട്ട് ജാതി മത ഭേദമന്യേ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായിട്ട് അവിടെ നടത്തിക്കൊണ്ട് പോകാൻ ഉസ്താദിന് മാത്രമേ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതൊരു സംഘടനാപരമായ കഴിവ് തന്നെയാണ്. അതിന് നേതൃത്വം കൊടുത്തത് SOSൻ്റെ സാന്ത്വനം കമ്മിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വളണ്ടിയർമാരായിട്ട് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ SSFൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ മുസ്ലിം ജമാഅത്തിൻ്റെ ആൾക്കാരും എല്ലാം തന്നെ ഒരുപാട് പേർ അതിൽ അകമൊഴിഞ്ഞ് സഹായിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ അമ്പല കമ്മിറ്റിക്കാരാവട്ടെ അവരും അവരുടെ ഭാഗത്തു നിന്ന് കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായവും അവർ കൊടുത്തു. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ ഭാഗത്തു നിന്നായാലും തടി കൊണ്ടായാലും അതുപോലെ തന്നെ പൈസ കൊണ്ടായാലും ഒരുപാട് പേർ സഹായിക്കും നമ്മൾ കണ്ടു. ഇത്തരത്തിൽപ്പെട്ട ഓരോ പരിപാടികൾ തീർച്ചയായിട്ടും നമുക്ക് കാണുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞു പോവുകയാണ്. അതിൻ്റെ സംഘാടകൻ പറയുന്ന ഒരു കാര്യം കൂടി നമുക്കൊന്ന് കേൾക്കാം. എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഇതില്. ഒരു കാറ്റഗറീസ് ഇല്ല, ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒരു കാറ്റഗറീസിൽ എല്ലാ ആളുകളും സഹകരിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ്. ഇത് 1 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇന്ന് പാക്കിങ്. വൈകുന്നേരം 4 മണി വരെയാണ് ഞങ്ങളെ പാക്കിങ്ങിന്റെ ടൈം. ഇന്നലെ രാത്രി 1 മണിക്ക് ആരംഭിച്ച പാക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അല്ലല്ല, ഇത് SYSന്റെ സാന്ത്വനം വളണ്ടിയർമാരാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ. ഇതിൽ SSFന്റെ പ്രവർത്തകരെ, SYSന്റെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, കേരളത്തിന്റെ എല്ലാ സ്ഥലത്തുനിന്ന് ആൾക്കാരുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം പറയാൻ പറ്റില്ല കേട്ടോ, തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ആൾക്കാരുണ്ട്. കൊടക് ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ടീമുണ്ട്. ഇത് വിളമ്പുന്നവർ മാത്രമല്ല, അതിന് ആ ട്രാഫിക് നിയന്ത്രിക്കുന്നവര്, ഉള്ളിൽ ഉസ്താദുമാര് പോകുന്നവര്, വഴി എല്ലാ ആളുകളും അതിനകത്തുണ്ട്. പിന്നെ ഇവിടെ വരുന്ന എത്ര ഒരുപാട് ആളുകൾ നമുക്ക് ഏകദേശം അറിഞ്ഞൊരു കണക്ക് 1 ലക്ഷത്തിന്റെ മുകളിൽ ആൾക്കാരുണ്ടാവുന്നതാണ്. ഇപ്പൊ ഞാൻ കണ്ടു നോക്കുമ്പോൾ 1 ലക്ഷത്തുമ്പോൾ നിൽക്കില്ല. കാരണം അവിടെ കൊണ്ടായ ഭക്ഷണത്തിന്റെ അത്രയും ആളുകൾക്കുള്ള ഭക്ഷണം അവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് രാവിലെ എത്രയോ നേരത്തെ തുടങ്ങിയതാണ്, ഇത് നിൽക്കുന്നില്ല, ഇതിങ്ങനെ ഉണ്ടാക്കി. അദ്ദേഹം പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. ഇന്നലെ രാത്രി 1 മണിക്ക് തുടങ്ങിയ പാക്കിംഗ് ആണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി പോലെ ആയിട്ട് പോലും അത് എവിടെയും എത്തിയിട്ടില്ല. കാരണം അത്രയ്ക്കും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ആ പരിപാടിയിൽ ഒന്ന് സംബന്ധിച്ച്
ഉസ്താദിൻ്റെ ആ ദുആക്ക് ഒരു ആമീൻ പറയാൻ വേണ്ടിയിട്ട് വലിയ ദൂരത്ത് പോലും താണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അതെല്ലാം വളരെ സന്തോഷപൂർവ്വം അവിടെ നടത്തിക്കൊണ്ടു പോകാൻ ഈ സംഘാടകർക്ക് എല്ലാം സാധിച്ചു. ഞാൻ പറഞ്ഞതുപോലെ അമ്പല കമ്മിറ്റിക്കാരടക്കം അല്ലെങ്കിൽ SSFൻ്റെ ആൾക്കാരടക്കം ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ട് ഇരു കൈയും അറിഞ്ഞുകൊണ്ട് സഹായിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു പരിപാടി ഞാൻ പറഞ്ഞതുപോലെ 2014 20 കുടുംബങ്ങൾ തുടങ്ങിയിട്ട് ഇന്ന് 2026 850 കുടുംബങ്ങൾക്ക് യുവാക്കൾക്ക് മംഗല്യഭാഗ്യം ഒരുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു. പടച്ച റബ്ബേ, ഇനിയും ഒരുപാട് കാലം ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ പടച്ച തമ്പുരാൻ അവർക്ക് കഴിവും അതുപോലെ തന്നെ സമ്പത്തും സമയവും എല്ലാം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇന്ന് നമ്മുടെ ഈ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകത്ത് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ മനുഷ്യ നന്മ എന്ന് പറയുന്നത്. എല്ലാവരും ഇന്ന് ജാതി നോക്കിയിട്ടാണ് സംഭാവന കൊടുക്കുന്നത്. എല്ലാവരും ജാതി നോക്കിയിട്ടാണ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജാതി നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാലത്ത് അതൊന്നും നോക്കാതെ തീർച്ചയായിട്ടും എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ട് മനുഷ്യൻ്റെ സ്നേഹവും നന്മയും മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും മാർഗനിർദ്ദേശവും അതുപോലെ തന്നെ ഇനി മുന്നിലേക്ക് ചെയ്യാനുള്ള ഒരു പ്രേരണ കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ, അൽഹംദുലില്ലാ എന്നൊരു കമൻ്റ് ഇട്ട് നിങ്ങൾ ഷെയർ ചെയ്തോളി. കാരണം നിങ്ങൾക്കൊരു നഷ്ടവും വരികയില്ല. കാരണം ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും നാളെ ഏതെങ്കിലും ഒരു മകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മകൻ്റെ കല്യാണം ആരെങ്കിലും ഒന്ന് നടത്തിക്കൊടുത്താൽ തീർച്ചയായിട്ടും അൽഹംദുലില്ലാ നമ്മുടെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. നമ്മുടെ നെയ്യത്തും തീർച്ചയായിട്ടും പൂർണ്ണമായി. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇത് സഹായിക്കണമെന്നും തീർച്ചയായിട്ടും കയ്യിൽ ഒരുപാട് പൈസയുള്ള ആൾക്കാർ എങ്ങോട്ട് സഹായിക്കണമെന്നൊക്കെ തിരഞ്ഞു നടക്കുന്നത് നമ്മൾ കണ്ടിട്ട് അത്തരത്തിൽപ്പെട്ട ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിൽപ്പെട്ട ആൾക്കാരുടെ മുമ്പിലേക്കും ഞാൻ ഈ വീഡിയോ എത്തിക്കുകയാണ്. അത്തരത്തിൽപ്പെട്ട പരിപാടികളിലേക്കാണ് നമ്മൾ സഹായങ്ങളെല്ലാം ചെയ്യേണ്ടത്. കാരണം അത് അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തിച്ചേരുമെന്ന് നമുക്ക് 100% ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 10 വർഷം യാതൊരു ആക്ഷേപങ്ങളുമില്ലാതെ വളരെ സന്തോഷപൂർവ്വമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ 850 കുടുംബങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇനി അത് 1000 അതുപോലെ തന്നെ 2000 3000 എല്ലാം ആവട്ടെ. അതിന് നേതൃത്വം കൊടുക്കുന്ന ഞാൻ പറഞ്ഞതുപോലെ സലാം ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദിന് പടച്ച തമ്പുരാൻ ആയുസ്സും ആഫിയത്തും എല്ലാം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഒന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സമയം അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു രീതിയിലേക്ക് ഈ ഒരു പരിപാടി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചത്. അതുപോലെ തന്നെ AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ ആ ഒരു മികവ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.